വ്യത്യസ്തമായ ഒരു പാട്ട് ഇപ്പം ഈയിടെ ഇറങ്ങിയ ആ എന്ന് പറഞ്ഞ സിനിമ. അതിൽ ഒരു നാട്, ആ നാട്ടിലേക്കുള്ളൊരു ക്ഷണമാണ്. അതൊരു ഫോക്ക് ടച്ച് ഉണ്ട്, അതേസമയം തന്നെ ഒരു രസകരമായ എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മൂഡും ഉണ്ട്. ആ പാട്ടിൻ്റെ ഓർമ്മകൾ ഗോപി സുന്ദറാണ് അതിൻ്റെ മ്യൂസിക്. അതെ അതെ, അത് തോമസ് സെബാസ്റ്റ്യൻ്റെ ഒരു പാട്ടാണ് ശരിക്കും. അത് അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചെയ്തൊരു സിനിമ കൂടിയായിരുന്നു. സിബി മലയിലിന്റെ അസോസിയേറ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു. മായ ബസാർ എന്നുള്ള സിനിമയ്ക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു സിനിമയിലേക്ക് എത്തിയത്. എന്ന പേര് ദിലീഷ് പോത്തനായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഓർമ്മകൾ. അത് തോമസ് സെബാസ്റ്റ്യൻ സാറ് എൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് അവർ വരും, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒരുമിച്ച് ചിന്തിച്ച് എന്നിട്ട് പിന്നെ ഞാൻ എഴുതിയതാണ് ആ പാട്ട്. അതുപോലെ കവിപ്രസാദ് ആണ് അതിൻ്റെ ഒരു തിരക്കഥാകൃത്തൊക്കെ, അവരൊക്കെ ഒരുമിച്ച് അതിൻ്റെ കഥ പറഞ്ഞു തന്നു. അതൊരു നാട്ടിലേക്കുള്ള ഒരു ക്ഷണം. അതെ, എന്നുവെച്ചാൽ കവന്ത എന്ന് പറയുന്നൊരിടം എന്ന് പറയണത് നമുക്ക് വെച്ചാൽ എറണാകുളത്ത് നിന്നൊക്കെ വളരെ കുറച്ച് ദൂരം ഉള്ളൂ. അത് പക്ഷേ മല കയറി പോകുന്നുണ്ട്, ആ വഴി ആരും പോകില്ല. 11 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ഇടുക്കി ജില്ലയിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം തീരെ ആൾക്കാർ അവിടെ പോയിരുന്നില്ല എന്നൊക്കെ പറയണം. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ പഴങ്കഥ പോലെ ഒരാൾക്കാരുടെ പേരൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ എഴുതിയെടുത്ത് അങ്ങനെ ആ പാട്ട് അവർ പറഞ്ഞൊരു രീതിയിൽ ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ ഗോപിചന്ദ്രൻ നന്നായിട്ട് അത് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, നന്ദരാ കുട്ടി പാടിയിട്ടുണ്ട്.